ഒരു 2 ആഴ്ച ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എന്ന് പറഞ്ഞാലും ഇത് രാത്രിയായി ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ. സോ നമ്മുടെ വാർ 2-ൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ വാർ ഫസ്റ്റ് പാർട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. ഒരു ഓക്കെ പടം, എനിക്കൊക്കെ ആയിരുന്നു പടം. അപ്പോൾ അതിൻ്റെ സെക്കൻഡിൻ്റെ ടീസർ റിലീസാണ്. നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. മൂടിയോ? നല്ലതാണ്. നമ്മുടെ പെട്ടെന്ന് കിൽബിൽ വൈബ്. ജൂനിയർ ഭയങ്കര സ്ലിമ്മായല്ലേ അല്ലേ? ദേവരെ കണ്ടതിനേക്കാൾ പുള്ളി കുറച്ച് വന്ന് സ്ലിമ്മായിരുന്നു അല്ലേ? കുറച്ച് ഫേസ് കുറെ കൂടി ഫേസ് കുറച്ചുകൂടെ ദിവസം കാണിക്കുന്നത് മസിലിയാണ് പറയുന്നത്. ഗോൾഡാണ്. ഓ അതെന്താ VFX? പോട്ട് മഞ്ഞിൽ പറഞ്ഞ പോട്ട്. ഈ ഇതുകൊണ്ട് വീരരാഘവൻ കാണിച്ചിട്ടില്ലേ? അത് ഒരുപാട് പടത്തിലുണ്ടാവും. അയാൻ മുഖർജി, ചുവ എഴുതിയതിന് ഗോൾഡിനാണ് എഴുതിയത്. ഓഗസ്റ്റ് 14 കൂലിയായിട്ട് ക്ലാഷ് ആണോ? ഇൻഡിപെൻഡൻസ് ഡേ 15 അല്ലേ? 15 ഓഗസ്റ്റ് 15. അപ്പം ഓഗസ്റ്റ് 14 അതിനോടനുബന്ധിച്ച്. അതെ, അത് ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചുള്ള റിലീസ്. കൂലിയും ഓഗസ്റ്റ് 14 പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൂലിയും ഇതും തമ്മിൽ ക്ലാഷ് അടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇപ്പം ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ 2 മെയിൻ നല്ല നായകന്മാരെ ഇവർക്ക് വേണ്ടിയാണ് കാണുന്നത്. മെയിനായിട്ട് ഈ 2 പേരുടെ കോംബോ ഉണ്ട്. അതെ, അത് ആക്ച്വലി ഋതിക് റോഷൻ ഭയങ്കരമായിട്ട് തകർന്നിരുന്ന സമയത്ത് പുള്ളിക്ക് ഒരു തിരിച്ചുവരവ് കൊടുത്ത പടമാണ് വാർ. അപ്പോൾ അന്ന് ആ സിനിമ അതിൻ്റെ പേരിൽ കുറച്ച് ഓടി. പക്ഷേ എനിക്ക് പേഴ്സണലി അന്ന് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഒട്ടും ഉണ്ടാവാത്തൊരു സിനിമയാണ്. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത് സിദ്ധാർത്ഥ് ആനന്ദൻ. ഇത് ഡയറക്റ്റ് ചെയ്യുന്ന അയാൻ മുഖർജി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാസ്ത്ര ഡയറക്ടർ. അപ്പോൾ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ പടത്തിന് ശേഷം പുള്ളി ഇത് ബ്രഹ്മാണ്ഡ പടമാണ്. ഇതും അത്രയില്ലല്ലോ. അതിന്റെ താഴെ വല്ല ചില ഷോട്ടുകളുണ്ട്. അത് ടീസറിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. മറ്റേ VFXന്റെ പറയാനുണ്ടല്ലോ. ചില ഷോട്ടല്ല, കുറച്ച് ഇതിനകത്ത് ഇപ്പൊ കണ്ട മെജോറിറ്റി ഷോട്ട് മറ്റേ പ്ലേറ്റ് ആണ്, കമ്പോസിറ്റിംഗ് ആണ്. അതിൽ എസ്പെഷ്യലി ആ ട്രെയിനിന്റെ മുകളിൽ കൂടെ ഓടുന്ന ഷോട്ടൊക്കെ കാണുമ്പോൾ സ്പീഡ് ബോട്ട്, പിന്നെ മറ്റേ കുറെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ മറ്റേ മേളിൽ നിന്ന് ചാടുന്നതും എല്ലാത്തിലും ഒരു VFX ഇപ്പോഴും ഈ പ്രശ്നം ഇതാണ്. ഈ നടന്മാർക്ക് കോടിക്കണക്കിന് രൂപകൾ കൊടുക്കുന്നു. ഓക്കെ, നടന്മാർക്ക് നിങ്ങൾ 200 കോടി കൊടുക്കും, പക്ഷെ പടം ചെയ്യാനും ആ 200 കോടി വേണമല്ലോ. 400 കോടിയുടെ പടത്തിൽ 300 കോടി ആക്ടേഴ്സിന് പോകുന്നു. ബാക്കിയുള്ള 100 കോടിയിൽ പ്രൊഡക്ഷൻ ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നു. ഒരു 10 കോടി 15 കോടിയിൽ VFX ചെയ്യണം. ഇതാണ് പരിപാടി. അതിന് പകരം അത് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം. കാരണം പൈസ വേണം, സമയം വേണം. അല്ല, ഇനി പ്രതീക്ഷിക്കാൻ വേണേ പടം ഇറങ്ങുമ്പോൾ ഇതുമാരെ മാറ്റാം. 14 സമയമുണ്ട്. നല്ല കുറച്ചുകൂടെ റീവർക്കൊന്നും ചെയ്യത്തില്ലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ റെൻഡർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. അവരത് തീരുമാനിച്ചിട്ട് പടം ഇറക്കി തരും. നമ്മൾ പോയി കാണുക, ഇഷ്ടപ്പെട്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാതിരിക്കുക. അതാണ് പറഞ്ഞത്. ഈ പടത്തിനകത്ത് ഈ പടത്തിന് മറ്റേ എമോഷനൊക്കെ വർക്കായി കഴിഞ്ഞാൽ ഇതാക്കും പ്രശ്നം വരത്തില്ല. എമോഷൻ ഈ പടത്തിൽ വർക്കാവത്തില്ല. ഈ സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ഈ സിനിമ അത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. അല്ല, ഈ പടം വർക്കായി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടല്ലോ, ഈ VFXന്റെ പ്രശ്നം, അതൊക്കെ വലിയ പ്രശ്നം. അല്ല, അത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണല്ലോ. പക്ഷേ ഈ സിനിമയുടെ കാര്യം എനിക്ക് മനസ്സിലായത് ഇതൊരു സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് പടമാണ്. നമുക്കങ്ങനെ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്കിത് കുറച്ച് ചിലപ്പോൾ രസകരമായിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ടാവും. അതിപ്പോൾ ട്രെയിലർ കാണുമ്പോഴേ കുറച്ച് സെറ്റ് പീസസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന പോലത്തെ കുറേ, ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ കാണുന്ന പോലെ കുറേ സംഭവങ്ങളുണ്ട്. ഈ വാറിൻ്റെയും ഹൈലൈറ്റ് ആയിരുന്നു. വാർ അവർ മാർക്കറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ആക്ഷൻ സീക്വൻസ് വെച്ചിട്ടാണ്. അപ്പോൾ വെറുതെ ഒരു ആക്ഷൻ സീക്വൻസ് മാത്രം കണ്ടാൽ മതി നമ്മൾ തിയേറ്ററിലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടം അവർക്കുള്ള പടമാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ, ഈ അയാൻ മുഖർജി ആക്ച്വലി കുറച്ചുകൂടി ഒരു ബെറ്റർ ഡയറക്ടറാണ്. എനിക്കൊന്ന് സിദ്ധാർത്ഥ് ആനന്ദിനേക്കാൾ
ഒരു പൊടിക്ക് ബെറ്റർ ഡയറക്ടറാണ് ആയാൻ മുഖർജി. സോ ഇപ്പോൾ ബ്രഹ്മാസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കിംഗ് വൈസ് അത് നല്ലൊരു ഫിലിം ആയിരുന്നില്ല. അതിൻ്റെ റൈറ്റിങ്ങിലുണ്ടായിരുന്ന ഭയങ്കര പോരായ്മയായിരുന്നു ആ സിനിമയെ ഭയങ്കരമായിട്ട് നശിപ്പിച്ചത്. പക്ഷേ ഇത് ആക്ച്വലി ഇത് കാണുമ്പോഴും നമുക്കിങ്ങനെ ഒരു ഭയങ്കര ഒരു ഡയറക്ടർ ടച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര, പിന്നെ ട്രെയിലർ കട്ടിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ, അതെ സോറി ടീസർ കട്ട്. അതായത് ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീക്വൻസുകളുടെ എല്ലാത്തിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ച് ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതേ പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഹൃതിക് റോഷൻ രസമാണല്ലോ, സ്വാഭാവികമായിട്ടും കോംബോ എങ്ങനെ ഇരിക്കും. ഇവർ രണ്ടുപേരും കോംബോ എങ്ങനെ ഇരിക്കുന്നത് അറിയാം, രണ്ടുപേരും ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇടി വെക്കും. അതാണ് സംഭവം, അത്രേ ഉള്ളൂ. കോംബോയിൽ അതാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഹൃതിക് റോഷന്റെ പറയാൻ പോകുന്നത്. അതാ പറഞ്ഞ വാറില് ഹൃതിക് റോഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രവീത. പക്ഷേ അത് രണ്ടുപേരുണ്ടല്ലോ. അതിനകത്ത് ജേർണി വില്ലനാണെങ്കിലും പുള്ളിയെ നമുക്ക് വില്ലൻ അതിന് പറയുമ്പോൾ വില്ലനാണോ പുള്ളി വില്ലനാണോ അല്ല മറ്റേ ലാസ്റ്റ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ശിവനും സത്യയും ചേർന്ന വൈബാണോ? അല്ല ആന്ധ്രയിലൊക്കെ വർക്കാണല്ലോ. ആന്ധ്രയിലെ ജൂനിയർ ലാസ്റ്റ് കൊല്ലെന്ന് പറഞ്ഞു. കാരണം ജൂനിയർ അല്ലല്ലോ പടത്തിന്റെ നായകൻ. വാർ 2 നായകൻ ഹൃതിക് റോഷനാണ്. അതൊന്നും പ്രശ്നമില്ല അവർക്ക്. അവിടെ ആൾക്കാർ ജൂനിയറിൻ്റെ തന്നെ ഫാൻസുകാർ ചിലപ്പോൾ പടം കഴിയുമ്പോൾ തിയേറ്റർ കത്തിക്കായിരിക്കും. അത് അത്രേ ഉള്ളൂ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ആക്ഷൻ സീക്വൻസ്, ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് ആക്ഷൻ സീക്വൻസ് ആയിരിക്കും. അത് പുള്ളി ശരിക്കും മറ്റേ ബോഡി കൺട്രോൾ ചെയ്തേക്കുന്ന രസമുണ്ട്. ജൂനിയറിൻ്റെ മറ്റേ വണ്ണം കുറച്ച് മറ്റേ അതാ പറഞ്ഞത്. ഇവർ ബോഡി കറക്റ്റ് ചെയ്തു, കാണാനുള്ള ലുക്ക് ഇതൊക്കെ ഒഴിച്ചെറുതെ പടമൊക്കെ കണക്കാ എന്ന് പറയുന്ന പോലത്താണ് അവസ്ഥ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിനിമ. നനഞ്ഞു പോയിരുന്നാൽ മതി. എന്തുവാ അല്ല പടം നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതാണ്. അങ്ങനെയല്ല, നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല വാറിന് അത്യാവശ്യം ആരാധകരുള്ളൊരു പടമാണ്. പക്ഷേ എനിക്കെന്തോ അത് തീരെ സെറ്റാവാത്തൊരു പടമായിരുന്നു. ഈ ഞാൻ പറഞ്ഞ മറ്റേ ടീസർ കണ്ടിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും പടം ഇറങ്ങുമ്പോൾ അത് മാറ്റി പറയും. ആക്ച്വലി നമുക്കൊരു ടീസർ കാണുമ്പോഴോ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടുമല്ലോ. നമ്മൾ അതിൽ നിന്ന് നമ്മളെ കംപ്ലീറ്റ്ലി സർപ്രൈസ് ചെയ്യുന്ന സിനിമകളൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ടീസറിൻ്റെ റീൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഇമ്പ്രഷൻ കീപ്പ് ചെയ്യുകയാണ് എല്ലാവരും ചെയ്തത്. ഈ സിനിമ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ നല്ലതായിരിക്കും, അതിനകത്ത് ചെറിയ ഇടിവുകളൊക്കെ വരുമെങ്കിലും. പക്ഷേ ഈ പടം മോശമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിക്കഴിഞ്ഞാൽ പടം കാണുമ്പോഴും നമുക്ക് അതിനകത്ത് യാതൊരു വിധ മാറ്റം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ മോശമാണെന്ന് വിചാരിച്ചതിനേക്കാൾ അത്രയും മോശമല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയാലും നമ്മൾ ഓക്കെയാണ്. ആസ് എ ഫിലിം എന്താ പറയുക എന്തൂസിയസ്റ്റ് അല്ലെങ്കിൽ ഫിലിം ലവർ എന്നുള്ള ലൈനിൽ നമുക്ക് നല്ല സിനിമ കണ്ടാൽ മതി. നല്ല സിനിമ എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ മണമുള്ള പച്ച പുതച്ച പടങ്ങൾ എന്നുള്ള അർത്ഥമല്ല. നമുക്ക് എല്ലാ ടൈപ്പ് പടങ്ങളിലും ആ സിനിമയ്ക്കകത്തൊരു ഈ പടങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് വന്നാൽ മതി. അതാ പറഞ്ഞത്. അപ്പോൾ ആ സിനിമ നമ്മൾ ആ സിനിമ കാണാൻ പോകുന്നത് ഈ സിനിമയ്ക്കകത്തൊന്നും വലിയ കഥയോ ഒന്നും സംഭവമൊന്നുമില്ല. ഇതിനൊരു പാക്കേജ് ഉണ്ടാവും. ആ പാക്കേജ് നല്ല ഭംഗിയായിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത്രേ ഉള്ളൂ. അപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കണ്ടാൽ മതി, എനിക്ക് ഇടി കണ്ടാൽ മതി എന്നുള്ള ലൈനാണെങ്കിൽ അവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റും. കാരണം അവരുടെ കഥയും അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ബാക്കി ക്രാഫ്റ്റും തേങ്ങയൊന്നും വേണ്ടല്ലോ, അവർക്ക് പടം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ വാർ 2 ഓഗസ്റ്റ് 14 വരെയാണ്. കൂലിയുമായി ഇടിച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയാം.